വെള്ളിത്തിരയിലെ താരങ്ങളെയെല്ലാം വേട്ടക്കാരാക്കി ചിത്രീകരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പവറിൽ വാടിക്കരിയുകയാണ് മലയാള സിനിമാ ലോകം. പവർ ഗ്രൂപ്പിലെ പേരില്ലാ പ്രമുഖർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുമ്പോൾ പേര് പറഞ്ഞുള്ള ആരോപണങ്ങൾ നിസ്സാരവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമം. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനും സർക്കാരിന്റെ പ്രിയങ്കരനുമായ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്തി ലൈംഗിക ആരോപണം ഉന്നയിച്ചത് ബംഗാളി നടിയാണ്. 2009 രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയ നടിയോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര തുറന്നു പറഞ്ഞത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ വൈകിട്ട് അണിയറ പ്രവർത്തകരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറാണ് ക്ഷണിച്ചത്. അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു. സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നാണ് കരുതിയത്. റൂമിലെത്തിയതും രഞ്ജിത്ത് കയ്യിൽ തൊട്ട് വളകൾ പിടിച്ചു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. പെട്ടെന്ന് പ്രതികരിക്കാനായില്ല. ഇതോടെ രഞ്ജിത്ത് കഴുത്തിലും മുടിയിലും തലോടി. പേടിച്ച് വിറച്ച് രഞ്ജിത്തിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് ശ്രീലേഖ പറയുന്നത്. ആ രാത്രി ഹോട്ടൽ മുറിയിൽ പേടിയോട് കഴിഞ്ഞത് ാവില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. ഇക്കാര്യം സംവിധായകൻ ജോഷിയോട് പറഞ്ഞിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീലേഖ പറയുന്നു. പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത്. തിരിച്ചു നാട്ടിൽ പോകാനുള്ള പണം പോലും തന്നില്ല. ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങിയെന്നും നടി പറഞ്ഞു. എന്നാൽ ശ്രീലേഖയുടെ ആരോപണങ്ങളെ പാടെ തള്ളിയിരിക്കുകയാണ് രഞ്ജിത്ത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും ശ്രീലേഖ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡിഷന് വന്നിരുന്നുവെങ്കിലും കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ പരിഗണിച്ചിരുന്നില്ല എന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. പിന്നാലെ ശ്രീലേഖയെ പിന്തുണച്ച് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് രംഗത്തെത്തി. കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് ശ്രീലേഖ തന്നോട് പറഞ്ഞെന്നും താൻ സാക്ഷിയാണെന്നും എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും ജോഷി വെളിപ്പെടുത്തി. സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും എഴുത്തുകാരി KR മീരയോടും ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും ജോഷി ജോസഫ് വെളിപ്പെടുത്തി. നടിയുടെ ആരോപണങ്ങളിലെ വസ്തുതകൾ പരിശോധിക്കണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു പറയുന്നത്. ഒരു സ്ത്രീ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കണം. അതിനുശേഷമേ തുടർ നടപടികൾ എടുക്കാനാകൂവെന്നാണ് വനിതാ മന്ത്രിയുടെ ലൈൻ. രഞ്ജിത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ നടപടി എടുക്കാനാവില്ലെന്നാണ് നവോത്ഥാന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണെന്ന് പുകഴ്ത്തിയ മന്ത്രി നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന കാര്യം പാടെ വിസ്മരിച്ച മട്ടാണ്. രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസെടുക്കാനാവില്ലെന്നും രേഖാമൂലം പരാതി വരട്ടെ, അപ്പോൾ നടപടിയെടുക്കാമെന്നുമാണ് മന്ത്രിയുടെ നയം. സർക്കാർ എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പമാണെന്ന് ആവർത്തിക്കാനും മന്ത്രി സജി ചെറിയാൻ മറന്നില്ല. പണ്ട് സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത S നായർ ലൈംഗികാരോപണങ്ങൾ നടത്തിയപ്പോൾ FIR അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന ആളാണ് ഇപ്പോൾ രഞ്ജിത്തിന് കുട പിടിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. സാംസ്കാരിക മന്ത്രിക്ക് ഇദ്ദേഹം ഇതിഹാസമൊക്കെയായി തോന്നാം. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന അനുഭവസ്ഥ തന്നെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ സജി ചെറിയാന്റെ നിലപാട് സ്വീകാര്യമല്ല. ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി എത്ര ഉന്നതനാണെങ്കിലും നടപടി എടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അറിയിച്ചു. രഞ്ജിത്തിനെതിരായ പരാതിയിൽ ശ്രീലേഖ ഉറച്ചു നിൽക്കുകയാണ്. തെറ്റുപറ്റിയെന്ന് രഞ്ജിത്ത് സമ്മതിക്കണം. ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ശ്രീലേഖ പറയുന്നു. പിന്നാലെ കേരളത്തിലെ 4 പാടും രഞ്ജിത്തിനെതിരായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവുകൾ കൈയടക്കി മാർച്ചും പ്രതിഷേധവും നടത്തുകയാണ്. ഇതോടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമ തടസ്സം ഉണ്ടായിരുന്നുവെന്ന് സാംസ്കാരിക മന്ത്രി അടക്കം പറഞ്ഞു. നടി ശ്രീലേഖ മിത്ര പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഡോക്ടർ ബിജു അടക്കം സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. ഇനിയെങ്കിലും സർക്കാർ ഉറക്കം നടിക്കുന്നത് അവസാനിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.